ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ആയില്ലേ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടല്ലേ. പിന്നെ ഇന്നൊരു പ്രത്യേകതയാണ്, ചേട്ടൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ. പിറന്നാളായതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചേ. ഇങ്ങനെ ഇതേ ചേട്ടൻ രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ട് പതിയെ കേക്ക് മുറിക്കാനായിട്ട് പോയേക്കാന്ന് വെച്ചോ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കുവാണേ. കേക്കൊക്കെ മുറിച്ച് പാട്ടൊക്കെ പാടി ഭയങ്കര കേക്ക് മുറിക്കില്ല കേട്ടോ. കാരണം ചക്കരയുടെയും ചാക്കോച്ചിൻ്റെയും പിറന്നാൾ ഇതുപോലെ കേക്കൊക്കെ മുറിച്ചു. അതുപോലെ തന്നെ അച്ചച്ചനെ മുറിക്കണമെന്ന് ചക്കരയ്ക്ക് ഒരേ നിർബന്ധമായിരുന്നു കേട്ടോ. എന്നിട്ട് ചാക്കോച്ചിക്ക് ആദ്യം കൊടുത്തപ്പോൾ ചാക്കോച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ചെയ്യാതെ അവന് ഇഷ്ടപ്പെടുന്നില്ല. ഇതിൻ്റെ പതിയെ അച്ചാച്ചയോട് കത്തി മേടിച്ചു നക്കി നോക്കി കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അവന് മനസ്സിലായി. എന്നാൽ ഒരു പീസ് ഇങ്ങ് പോരട്ടെ എന്ന് വെച്ചിട്ട് വേഗം അപ്പനോട് പറയാം ഒരു പീസ് വേണമെന്നേ. കൈ കൊണ്ട് ആങ്ങി കാണിക്കട്ടോ, പറയാറായിട്ടില്ലല്ലോ. എന്നാൽ അവൻ്റെ ഭാഷയിൽ അതിങ്ങനെ പറയും. എന്നിട്ട് ഇതേ കേക്കൊക്കെ മുറിച്ച് വേഗം കൊടുക്കും കേട്ടോ. പിന്നെ എനിക്കൊരു കഷ്ണം കേക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ അച്ഛയ്ക്കും അമ്മയ്ക്കും മുറിച്ച് കൊടുത്തു കേട്ടോ. ഇതൊക്കെയല്ലേ നമ്മൾ ചെറിയൊരു സന്തോഷം. ചേട്ടൻ അങ്ങനെ പിറന്നാളിലൊന്നും വരികയില്ല കേട്ടോ. ചേട്ടയ്ക്ക് അങ്ങനെ ലീവൊന്നും കിട്ടുകയില്ല. വന്നപ്പോൾ എന്തായാലും ലീവ് കിട്ടി വന്നപ്പോൾ അങ്ങനെ എന്തായാലും കേക്ക് മുറിച്ചേക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ചേട്ടൻ പറഞ്ഞു വേണ്ടടി എന്നൊക്കെ പറഞ്ഞായിരുന്നേ. പക്ഷേ എന്നാലും ചക്കര വിട്ടില്ല കേട്ടോ. എന്തായാലും കേക്ക് മുറിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേനും ചക്കരയ്ക്ക് ഒരു നിർബന്ധം പുറത്ത് പോയേക്കാന്ന്. ചേട്ടൻ വരുമ്പോഴാണല്ലോ ഇങ്ങനെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പതിവ് പോലെ തന്നെ ചേട്ടായി താഴോട്ട് ഇറങ്ങി വന്നു. പുറത്ത് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടായിക്ക് പല്ലിനൊരു കേടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നെടുങ്കണ്ടത്ത് നല്ലൊരു ക്ലിനിക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി പല്ലൊക്കെ ഒന്ന് അടച്ചേക്കാമെന്ന് വെച്ചു കേട്ടോ. ചക്കരയും കൊണ്ട് തിരക്ക് കൂട്ടുവാണേ. നമുക്കൊന്ന് വേഗം നെടുങ്കണ്ടം പോകാമേ എന്ന് പറഞ്ഞുകൊണ്ടേ. കാരണം മഴ പെയ്ത് കഴിഞ്ഞ് ഇവനെ അറിയാം ബൈക്കിൽ പോകാൻ പറ്റില്ല എന്നറിയാവുന്നതുകൊണ്ട് വേഗം പോകാമേ മതി വീഡിയോ എടുത്തെന്നൊക്കെ പറയാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതേ ചാക്കോച്ചി കുളിഞ്ഞ് നോക്കുന്നുണ്ട്. അമ്മ ഇതെന്നെ എടുക്കുന്നതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും വീഡിയോ ഇപ്പോൾ നിർത്തിയേക്കാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം നെടുങ്കണ്ടത്തേക്ക് എത്തി. കേട്ടോ നമ്മൾ വന്ന ദന്താശുപത്രി കേട്ടോ. ദന്താശുപത്രി ഇന്ന് വലിയ ആശുപത്രി ഇന്ന് വെറും ഒരു ക്ലിനിക്കാട്ടോ. പക്ഷെ നല്ല ഡോക്ടറാണേ. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കുറേ നേരം ഇരുന്നിട്ടാട്ടോ ഡോക്ടറെ ചേട്ടനെ വിളിച്ചത്. ആ നേരം കൊണ്ട് ചക്കരയും ചാക്കോച്ചിയും കൂടെ അവിടെ മൊത്തം ഓടി തീർത്തു. പിന്നെ ചക്കരയും ചാക്കോച്ചിയും കൂടെ ഓടിക്കളിക്കാൻ തുടങ്ങി കേട്ടോ. ചാക്കോച്ചി പിന്നെ ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിൽക്കുകയില്ല കേട്ടോ. പിന്നെ പുറത്തിറങ്ങി കഴിയുമ്പോൾ പ്രത്യേകതയാണല്ലോ, പിള്ളേരെ നമുക്ക് ഇരുത്താൻ പറ്റില്ലല്ലോ. വണ്ടി ഓടുന്നൊക്കെ കാണുമ്പോഴും ആൾക്കാരെയൊക്കെ കാണുമ്പോഴത്തേനും പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അങ്ങനെ ഓടിക്കളിക്ക് ചേട്ടനെ വിളിക്കുക, വാ ചേട്ടായി എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ. ചക്കരയ്ക്ക് മടുപ്പായി ഓടി അതുകൊണ്ട് ചക്കരയ്ക്ക് ചെറിയ വാവാന്ന്. അങ്ങനെ എന്തായാലും ചേട്ടായിനെ വിളിച്ചു. അപ്പോൾ പിന്നെ വിളിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നേരം ഇരിക്കണമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേന് ചക്കരയ്ക്ക് വിശക്കാൻ തുടങ്ങി. ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് അന്നേരത്തിന് ചക്കര പറഞ്ഞു നമുക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും വാങ്ങിത്തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോയൊക്കെ പിടിച്ച് ഇങ്ങനെ കവലിലോട്ട് വന്നു കേട്ടോ. നടന്നു വന്നു കഴിഞ്ഞപ്പോൾ അത്രയും വിശപ്പൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവന് ഓട്ടോയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ബൈക്ക് ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചു കേട്ടോ. ഈ കേരളം ഇറങ്ങലൊക്കെ ഭയങ്കര പാടല്ലേ, പ്രത്യേകിച്ച് ഈ മഴയൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര പാടാട്ടോ പിള്ളേരെയും കൊണ്ടൊക്കെ ആണെങ്കിലും. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ ഒരു ഹോട്ടലിൽ വന്ന് ഓർഡർ ചെയ്തു കേട്ടോ. ചക്കരയ്ക്ക് പിന്നെ പുറത്തിറങ്ങി അന്നേരം ബിരിയാണി വേണം കേട്ടോ. ബിരിയാണി പിന്നെ ആ കൂട്ടത്തിൽ ഞങ്ങളും പിടിച്ചു ബിരിയാണി വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ബിരിയാണിക്ക് ഓർഡർ ചെയ്തു കേട്ടോ. ബിരിയാണി പിന്നെ പ്രത്യേകത അറിയാലോ, കുറേ നേരം ഇരിക്കണമല്ലോ ബിരിയാണിയൊക്കെ കിട്ടണമെങ്കിൽ. അന്നേരം ആ സമയം കൊണ്ട് ഞാൻ പുറത്തെ ഇതൊക്കെ കേട്ടോ, നല്ല വ്യൂ അല്ലേ, മൊത്തം സിറ്റിയൊക്കെ കാണാം, വണ്ടിയൊക്കെ കാണാം. അതിൻ്റെ പുറത്ത് തന്നെ കേട്ടോ ബസ് സ്റ്റാൻഡ്. ഇവിടെ തന്നെ ധാരാളം കടകളൊക്കെ ഉണ്ട് കേട്ടോ. നെടുങ്കണ്ടം പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ സിറ്റിയൊക്കെ തന്നെയാണ്. നല്ല വലിയ സിറ്റി തന്നെ, എല്ലാ സൗകര്യവും കൂടെ കൂടി കേട്ടോ. സ്കൂൾ എല്ലാം ഉണ്ട് കേട്ടോ. നല്ല വലിയ സിറ്റി തന്നെ. അങ്ങനെ നമുക്ക് ബിരിയാണി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ചക്കരയ്ക്കും വേഗം അവൻ വാരി കഴിക്കും കേട്ടോ. വേഗം അവന് പ്ലേറ്റിൽ അവന് കിട്ടിയത് വേഗം പ്ലേറ്റിലേക്ക് ഇട്ടു. ചാക്കോച്ചിക്ക് എന്നാണ്ട് അവർ എക്സ്ട്രാ ഒരു പ്ലേറ്റ് കൊടുത്തായിരുന്നു. ചാക്കോച്ചിക്ക് എന്തായാലും വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചാക്കോച്ചി ആരെയും മൈൻഡ് ചെയ്തില്ല, ഇച്ചിരി കഴിച്ചേക്കാമെന്ന് വെച്ചു. നല്ല വിശപ്പുണ്ടായി. രാവിലെ ഇച്ചിരി കഴിച്ചിട്ടുണ്ട്. അവൻ രാവിലെ അങ്ങനെ കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് ചാക്കോച്ചിക്ക്. അതുകൊണ്ട് ചാക്കോച്ചിക്ക് ഇവിടെ വന്ന് പിന്നെ കുറേ നേരം ഓടിക്കളിച്ചില്ല. അതിൻ്റെയായ വിശപ്പൊക്കെ ഉണ്ട് കേട്ടോ. വേഗം വാരി കഴിക്കണം. അവന് പിന്നെ വാരി കൊടുക്കുന്നതും വലിയ അത്ര ഇഷ്ടമൊന്നുമില്ല. തന്നെത്താനെ വാരി കഴിക്കണം ചാക്കോച്ചിക്ക്. അവൻ എന്നാലേ തൃപ്തിയാവുള്ളൂ കേട്ടോ. പിന്നെ എന്തായാലും ചക്കര വേഗം കഴിക്കുകയൊക്കെ ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡിസ്കൗണ്ട് മേളയുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് പിള്ളേരുടെയൊക്കെ നെയ്റ്റ് ഡ്രസ്സൊക്കെ കിട്ടും. ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോവുകയാണ്. ഈ 19 രൂപ തൊട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്നു 5 രൂപയുടെ പിള്ളേരുടെ ചെറിയ ട്രൗസറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നെയ്റ്റി ഇടുന്നത്. അപ്പോൾ ചാക്കോച്ചിക്ക് ഞങ്ങൾ കുറേ വാങ്ങിയായിരുന്നു ആ സമയത്ത്. പിന്നെ എപ്പോഴും മാറണമല്ലോ കുഞ്ഞായിരുന്ന സമയത്ത്. അപ്പോൾ ഇപ്പോഴും ഇപ്പോൾ പിന്നെ അധികം ഡ്രസ്സ് ചെളിയാക്കുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങളിവിടെ കയറി വന്നു. ചാക്കോച്ചി പ്രതിമ എന്നാന്നൊക്കെ നോക്കിയിരിക്കുവാണേ. പിന്നെ ചേട്ടായി തന്നെ സെലക്ട് ചെയ്യുന്നു. മക്കളുടെ ഡ്രസ്സ് ചേട്ടായി തന്നെ സെലക്ട് ചെയ്യണേ കുഴപ്പമില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ വലുതായിരിക്കും ഒന്നെങ്കിൽ ചെറുതായിരിക്കും. കൊണ്ടുവച്ച് എങ്ങനെ നോക്കിയാലും എനിക്ക് അങ്ങനെ പറ്റുവേ. അപ്പോൾ ചേട്ടായി പിന്നെ കറക്റ്റ് കേട്ടോ.
തന്നെത്താനെ വാങ്ങി വന്നാലും പിള്ളേർക്ക് വാങ്ങുന്ന ഡ്രസ്സ് നല്ല കറക്റ്റ് ഡ്രസ്സേ വാങ്ങിക്കൊണ്ട് വരുള്ളൂ കേട്ടോ. പിന്നെ ചാക്കോച്ചിയും ചക്കരയും കൂടെ ഓടി നിന്ന് വരുക. ഒരുപാട് ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാ നിർത്തില്ല. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ കഴിഞ്ഞു കേട്ടോ.